ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള റോസുകളെ പരിചയപ്പെട്ടാലോ. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ലൈലാക്ക് റോസാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിൽ വരുന്നൊരു റോസാണ് കേട്ടോ. ഒരു വൈറ്റും പിന്നെ അകത്തുള്ളൊരു വല്ലാത്തൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ഒരു റോസ് വരുന്നത്. ഒരു അടിപൊളി റോസ് വെറൈറ്റിയാണ്. രണ്ടാമതായിട്ട് വന്നിട്ട് ചോക്കോ ലോക്കോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. കാണുമ്പോഴത്തേക്കും ഒരു കറുത്ത ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡും പിന്നെ ഓറഞ്ചും മെറൂണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ചോക്കോലോക്കോ. അടുത്തതായിട്ട് കൊൽക്കട്ട 300 എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. മജന്ത ഷെയ്ഡിൽ ഒരു പിങ്ക് പോലത്തെ പിങ്കും വൈറ്റും കൂടെ മിക്സായിട്ട് സ്ട്രൈപ്പ് വരുന്നതാണ്. പൂക്കൾക്ക് നല്ല വലിപ്പമുള്ളൊരു റോസ് വെറൈറ്റിയുടെയാണ് കൽക്കട്ട 300. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മിനിയേച്ചർ ഐറ്റമാണ് വൈറ്റ് ക്രീക്രി റോസ് ആണ്. വിരിയുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡും നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും വൈറ്റ് ഷെയ്ഡും ആയി മാറുന്നൊരു അടിപൊളി വെറൈറ്റിയാണ്. പ്ലാന്റിൽ തന്നെ ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവും. മിനിയേച്ചർ ഐറ്റം ആയതുകൊണ്ട് നിറയെ പൂക്കളുണ്ടാവും, ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും. പക്ഷേ അതിൽ ഓരോ പൂക്കൾക്കും ഓരോ ഷെയ്ഡ് ആയത് കാരണം വളരെ ഡിഫറെൻ്റാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സാണ്. നമുക്കിത് ബഞ്ചായിട്ട് തന്നെ പൂക്കും. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ ഞാൻ വിട്ടുപോയി. വയലറ്റുള്ള വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന ഈ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഓൺ റൂട്ടഡ് ആണ്. അടുത്തതായിട്ട് ബീ പോപ്പ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ് കേട്ടോ. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കും. നമ്മുടെ റെഡ് ബട്ടർഫ്ലൈ റോസ് ഒന്നും പറയാറുണ്ട്. ഒറിജിനൽ ഐഡി വന്നിട്ട് ബീ പോപ്പ് എന്നാണ്. കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റിയാണ്. കണ്ടോ എന്തോരം പൂക്കളാന്ന് കണ്ടോ. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പീച്ച് ക്രീക്കറി റോസാണ്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. വൈറ്റ് ക്രീക്കറി ഞാൻ കാണിച്ചില്ലേ, അതുപോലെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് പീച്ച് ക്രീക്കറി എന്ന് പറയുന്നത്. കുലകുലയായിട്ട് പൂക്കളുണ്ടാവും. പീച്ച് കളറാണ് വരുന്നത്. മിനിയേച്ചർ ആയിട്ടുള്ള ലീഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഐസ് ലവ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ്. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. പിങ്ക് ഷെയ്ഡാണ്. അടുത്തതായിട്ട് എനിക്ക് ഐഡിയ അറിയാത്തൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. മാംഗോ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഇതും ഒരു അടിപൊളി ആയിട്ടുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസാണ്. സിംഗിൾ പെറ്റൽ ബട്ടർഫ്ലൈ ക്രീപ്പറാണ് കേട്ടോ. ഇതും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു അടിപൊളി റോസ് വെറൈറ്റിയാണ്. കൊലകുലയായിട്ട് പൂക്കൾ വരും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. വളരെ റെയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത്. കൊലകുലയായിട്ട് പൂക്കളുണ്ടാവും. റെയർ പ്ലാന്റ് ആണ്. നമുക്കിതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മാർഗോ കോസ്റ്റർ ഓറഞ്ച്, അതേപോലെ മാർഗോ കോസ്റ്റർ റെഡ്, മാർഗോ കോസ്റ്റർ പിങ്ക്, 3 ഷെയ്ഡിലാണ് മാർഗോ കോസ്റ്റർ വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റർ റെഡ് ആണ് കേട്ടോ. അത് ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് മാർഗോ കോസ്റ്ററിൻ്റെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ് വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. 3 ഷെയ്ഡിലാണ് വരുന്നത്. ഇനി പിങ്ക് വൈറ്റ് മിക്സ് കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്താ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിനാക്കിയോ ആണ്. ഇതേ കണ്ടില്ല, ഇങ്ങനെ ഒരു പ്ലാന്റിൽ തന്നെ ഇങ്ങനെ കൊലകൊലയായിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഈ ഒരു റെഡ് പിനാക്കിയോ റോസ്. പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നതാണ് റെഡ് പിനാക്കിയോ റോസ്. നിറയെ ഇങ്ങനെ പൂക്കളോട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവറാണ്. ഇങ്ങനെ വിരിഞ്ഞ് വരും. നമുക്ക് ആ നടുക്കുള്ള ഭാഗമൊക്കെ എടുത്ത് കാണാൻ പറ്റുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്